ഡൽഹിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇരട്ട എഞ്ചിൻ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാർക്ക് എല്ലാം കോൺക്രീറ്റ് വീട് എന്നത് തന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2500 രൂപ നൽകാനുള്ള തീരുമാനത്തിന് ബിജെപി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭ അംഗീകാരം നൽകുമെന്നും ഡൽഹിയിലെ ദ്വാരകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നതിനിടയിലാണ് ദ്വാരകയിൽ ബിജെപി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയത്. കൊള്ളക്കാരും നുണ പറയുന്നവരിൽ നിന്നും ഡൽഹി സ്വതന്ത്രമാകണം, ഡൽഹിയുടെ സമഗ്ര വികസനത്തിന് ഇരട്ട എഞ്ചിൻ സർക്കാർ രൂപീകരിക്കുന്നതിന് അവസരം നൽകണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. പാവപ്പെട്ടവർക്കായി കേന്ദ്ര സർക്കാർ നിർമ്മിച്ച ആയിരക്കണക്കിന് വീടുകൾ ആം ആദ്മി പാർട്ടി സർക്കാർ കൈമാറിയിട്ടില്ല. തനിക്ക് സ്വന്തമായി വീടില്ലെങ്കിലും പാവപ്പെട്ടവർക്ക് കോൺക്രീറ്റ് വീട് വെച്ച് നൽകണമെന്നതാണ് തന്റെ സ്വപ്നമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. मेरा अपना तो कोई घर नहीं है, लेकिन मेरा सपना है कि मैं हर गरीब को पक्का घर दूं। लेकिन यहां की आपदा सरकार पूरी ताकत से जुटी हुई है कि आपको पक्के घर न मिल पाए. സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2500 രൂപ നൽകുവാനുള്ള തീരുമാനത്തിന് ബിജെപി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭ അംഗീകാരം നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. मैं दिल्ली की बहनों से कहूंगा कि आप अपने बैंक से पता कर लें कि आपका फोन नंबर आपके बैंक खाते से लिंक है या नहीं है. नहीं है तो लिंक करा लें, ताकि आपके फोन पर भाजपा सरकार बनने के बाद मैसेज आएगा कि आपका पैसा जमा हो चुका है. രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രചരണത്തിനായി ആം ആദ്മി പാർട്ടി സർക്കാർ അഴിമതി ഉപയോഗപ്പെടുത്തുന്നു. ഡൽഹിയെ ആം ആദ്മി പാർട്ടിയുടെ ATM ആക്കി മാറ്റിയെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ജനം, ഡൽഹി.